രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. നമ്മൾ മീഡിയകളിലൊക്കെ തന്നെ ഒരുപാട് വാർത്തകളിൽ, പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ തന്നെ നമ്മൾ മഹാകുംഭമേളയുടെ വാർത്തകൾ ആശ്ചര്യത്തോടെ, ശരിക്കും സന്തോഷത്തോടെ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം കോടിക്കണക്കിന് ഹിന്ദുക്കളാണ് ആ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. നമുക്ക് തന്നെ ശരിക്കും അതിശയമാണ് തോന്നുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നുണ്ട്, ശരിക്കും ഒരു മനുഷ്യനായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ പുണ്യമില്ല. കാരണം ദേവന്മാർക്ക് പോലും മുക്തി നേടണമെങ്കിൽ, മോക്ഷപ്രാപ്തി നേടണമെങ്കിൽ മനുഷ്യനായി ജനിക്കണം. ആ മനുഷ്യനായി ജനിക്കുക മാത്രമല്ല, ഈ ഭാരതത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പുണ്യമില്ല. അപ്പം ഈ ഭാരതത്തിൽ മനുഷ്യനായി ജനിച്ച നമ്മൾ ഓരോരുത്തരും ശരിക്കും നമുക്ക് ഈ മനുഷ്യജന്മത്തിന് വലിയൊരു എന്താ പറയുക, വലിയ ഇത്രയും പ്രഷ്യസായ ജന്മമാണെന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ നോക്കും, എന്താണ് കുംഭമേള, എന്താണ് മഹാകുംഭമേള എന്ന്. അപ്പം കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധ കുംഭമേള, അതായത് 6 വർഷത്തിലൊരിക്കലുണ്ടാവുന്ന അർദ്ധ കുംഭമേള ഉണ്ടാവും. 12 വർഷത്തിലൊരിക്കലുണ്ടാകുന്ന മഹാകുംഭമേള ഉണ്ടാകും. 12 × 12 ആയ 144 വർഷത്തിലൊരിക്കലുണ്ടാകുന്ന മഹാകുംഭമേള ഉണ്ടാകും. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മഹാകുംഭമേളയാണ്. അതായത് നമ്മുടെ മനുഷ്യായുസ്സിൽ ഇനി ഒരിക്കലും കാണാൻ സാധിക്കാത്ത, എന്നാൽ നമുക്ക് ഈ ആയുസ്സിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന അത്രയും എന്താ പറയുക, വിശിഷ്ടമായ, അത്രയും പുണ്യമായ, കേട്ടാൽ പോലും പുണ്യം തോന്നുന്ന ഒരു മഹാകുംഭമേളയാണ് നടക്കുന്നത്. മഹാകുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി, ഇങ്ങനെ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേള എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പാലാഴി മദനത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ? പാലാഴി മദനം നടക്കുന്ന സമയത്ത് ഒരുപാട് വിശിഷ്ടങ്ങളായ വസ്തുക്കൾ ശരിക്കും ആ പാലാഴി മദന സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. ഉച്ചൈസ്രവസ്, കാമധേനു, ലക്ഷ്മി ദേവി, കാളകൂട വിഷം കൂടെ അതിൻ്റെ അകത്ത്. ആകെ കൂടെ ഉണ്ടായത് ഒരു മോശം എന്ന് പറയാനുള്ളത്, എല്ലാവരുടെയും കർമ്മദോഷങ്ങളായ ആ കാളകൂട വിഷമാണ്. ആ കാളകൂട വിഷം ആരാണ് എടുക്കുന്നത്? നമ്മുടെ മഹാദേവൻ. ശരിക്കും മഹാദേവൻ ഈ ലോകത്തിൻ്റെ തന്നെ വിഷമാണ്. ശരിക്കും മഹാദേവന് വിഷം മാത്രമാണ് കിട്ടിയത്, ആ വിഷം മാത്രമാണ് സ്വീകരിക്കുന്നത്. പിന്നെ നമുക്ക് അമൃതകലശം, അമൃതിന് വേണ്ടിയാണല്ലോ ആ ഒരു പാലാഴി മദനം തന്നെ നടന്നത്. അപ്പം ദേവന്മാരും അസുരന്മാരും കൂടി ഈ പാലാഴി മദനം ചെയ്തിട്ട് കിട്ടിയ അമൃത് പൊങ്ങി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ്റെ പുത്രൻ അത് ആർക്കും കൊടുക്കരുത്, പ്രത്യേകിച്ച് നമുക്ക് ദേവന്മാർക്ക് മാത്രമേ കിട്ടാവൂ എന്നുള്ള ഭാവത്തിൽ അതും എടുത്ത് പെട്ടെന്ന് കടന്നു കളഞ്ഞു. അപ്പം അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർ ഇത് കണ്ടപ്പം പെട്ടെന്ന് തന്നെ അസുരന്മാർക്ക് സിഗ്നൽ കൊടുത്തു, ഇതാ അമൃത കലശവും കൊണ്ട് പോയിട്ടുണ്ട്, പിന്നാലെ ഓടിക്കോളൂ, എന്നാലേ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഇന്ദ്രൻ്റെ പുത്രൻ ഈ അമൃത കലശവും കൊണ്ട് 12 ദിവസങ്ങളോളം ഓടി. അതായത് ദേവന്മാരുടെ 12 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് 1 വർഷമാണ്. അങ്ങനെയാണ് ഈ 12 വർഷത്തിൽ പൂർണ്ണ കുംഭമേള എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഓടിയപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഈ അമൃതകലശം വെക്കുകയും, അങ്ങനെ 4 സ്ഥലങ്ങളിൽ അമൃതകലശം വെക്കുന്നുണ്ട്. അങ്ങനെ 4 സ്ഥലങ്ങളിൽ വെച്ചപ്പം അവിടെയൊക്കെ അമൃത് തുള്ളി വീണിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇത്രയും പുണ്യമായ സ്ഥലങ്ങളായി മാറിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അപ്പം നമുക്ക് മഹാകുംഭമേള നടക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് ഈ 4 സ്ഥലങ്ങളിലും നമുക്ക് സ്നാനം ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നത്. പക്ഷേ പൂർണ്ണ കുംഭമേള നടക്കുന്ന സമയങ്ങളിൽ പ്രയാഗ്രാജിലും വാരണസിയിലും മാത്രമേ നമുക്ക് ഈ കുംഭമേളയുടെ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഈ കുംഭമേളക്ക് പോകുന്നത് എന്ന് പറയുന്നത് ശരിക്കും വ്രതശുദ്ധിയോടെ, നമ്മളിപ്പോൾ ശബരിമലക്കൊക്കെ പോകുന്ന സമയത്ത് വ്രത അനുഷ്ഠാനത്തോടു കൂടിയല്ലേ പോകുന്നത്. എന്തിനാ വ്രതം എടുക്കുന്നത്? നമ്മൾ അത്രയും പുണ്യമായ കാര്യത്തെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഉപാസനയിലേക്ക്, അവസാന ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ പടി നടക്കുമ്പോൾ നമുക്ക് അത്രയും വ്രതനിഷ്ഠ വേണം. അപ്പോൾ മത്സ്യമാംസാദികളൊക്കെ തന്നെ ഒഴിവാക്കണം. എന്തിനായി മത്സ്യമാംസാദികൾ ഒഴിവാക്കണം, വ്രതം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദഹിപ്പിക്കാൻ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. അപ്പം നമുക്ക്
നമ്മുടെ ഊർജം കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമുക്ക് നമ്മുടെ ഊർജത്തെയല്ലേ നമ്മൾ ഉയർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഊർജത്തിൻ്റെ ലെവൽ താഴേക്ക് താഴാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ നോൺ വെജ് ഒക്കെ ഉപയോഗിക്കരുത്, വ്രതം ശുദ്ധി. അപ്പം നമുക്കൊരു ശുദ്ധമായ രീതിയിൽ നമ്മൾ ആ വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഭഗവാനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അങ്ങനെ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ, കുംഭമേള എന്ന് പറയുന്നത് വെറും ഒരു സ്നാനം മാത്രമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം കുംഭമേളയിൽ നമുക്ക് ആ പുണ്യ നദിയായ ഗംഗയിൽ ഒക്കെ തന്നെ നമ്മൾ സ്നാനം ചെയ്യുന്ന സമയത്ത്, ശരിക്കും ഗംഗാനദി ഇവിടത്തേക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാമന അവതാരം ഉണ്ടായ സമയത്ത് വാമനൻ്റെ പാദത്തിലേക്ക് ബ്രഹ്മാവ് വെള്ളം ഒഴിക്കുകയും ആ വെള്ളം വന്ന് താഴേക്ക് ആകാശഗംഗയിലേക്ക് ആകാശഗംഗയായി നിൽക്കുന്ന സമയത്ത് ഭഗീരഥൻ്റെ പ്രയത്നം മൂലം മഹാദേവൻ്റെ ജടയിലേക്കും ആ ജടയിൽ നിന്ന് ചെറിയൊരു ഭാഗമായിട്ട് ഈ ഗംഗാനദി നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം ഹിമവാന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഗംഗാനദി അത്രത്തോളം പുണ്യമായൊരു നദിയാണ്. പക്ഷേ ഈ ഒരു സമയങ്ങളിൽ ശരിക്കും അതിനേക്കാളും പുണ്യവത്തായ ആ നദിയിൽ നമ്മൾ സ്നാനം ചെയ്യുകയും അവിടെ ഒരുപാട് സന്യാസി സമൂഹങ്ങൾ എത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ തമാശയാക്കുന്ന, പരിഹസിക്കുന്ന ഒരു കാര്യമാണ് ഇവരൊക്കെ തന്നെ ജഡാവൽക്കരായി ഡ്രസ്സൊന്നും ഇടാതെ, ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഒരു വല്ലാത്ത, എല്ലാവരും പറയും എന്തൊരു ഭസ്മമൊക്കെ പൂശി ഇങ്ങനെ നമ്മളെ ശരിക്കും പരിഹസിക്കുന്ന ആ രൂപത്തിലേക്കുള്ള സന്യാസ സമൂഹം. പക്ഷേ നമുക്ക് ഈ പരിഹസിക്കപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു കാര്യത്തെപ്പറ്റി നമുക്കൊരു പരിഹസിക്കണം, അല്ലെങ്കിൽ നമ്മൾ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു കാര്യമാണ്. ഈ കുത്തുക, പരിഹസിക്കുക ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമായ കാര്യമാണ്. നമ്മളെപ്പോഴും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ പരിഹസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനെപ്പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം നമുക്ക് പറയാം. നമുക്കതിനെപ്പറ്റി ഒരറിവുമില്ലാതെ വെറുതെ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പാപമില്ല. അപ്പം ഈ സന്യാസി സമൂഹങ്ങൾ അങ്ങനെ ആയിത്തീരാൻ എത്ര വർഷങ്ങൾ വേണമെന്നറിയാവോ? നാഗസന്യാസിമാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ നമ്മൾ ഓരോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പ്രചരിക്കുന്ന കുറേ സന്യാസികൾ ഇങ്ങനെ പോകുന്നത് കാണാം. അവർ വളരെ ആഹ്ലാദത്തോടു കൂടി, ഇവർ കലണ്ടറൊന്നും നോക്കിയൊന്നല്ല അവിടെ എത്തുന്നത്. അവർക്ക് തന്നെ ഒരു ബോധമുണ്ട്. അങ്ങനെയാവാൻ അവർ എത്രയോ വർഷങ്ങളോളം 12 വർഷത്തോളമുള്ള കഠിനമായ തപസ്സിലൂടെയാണ് അവർ ഓരോ നാഗസന്യാസിയും ഉണ്ടാവുന്നത്. അത് നമ്മുടെ മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, കുറേ തപസ് ചെയ്യുന്നു, ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു, തല കീഴായി തപസ് ചെയ്യുന്നു. ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഒറ്റക്കാലിൽ ഇവർ തപസ് ചെയ്യുന്നുണ്ട്, തല കീഴായി കയറിൽ കെട്ടി തൂക്കിയിട്ട് തപസ് ചെയ്യുന്നുണ്ട്, മുള്ളാണിയിൽ അവർ കിടക്കുന്നുണ്ട്. ഞാൻ വായിച്ചൊരു കഥയിൽ ഹിമവാന്റെ മടിത്തട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അയാൾ ശരിക്കും ഒരു ഗുഹയിൽ, ചെറിയൊരു ഗുഹയിൽ, ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഗുഹയിൽ ചെറിയൊരു ദ്വാരം മാത്രമായി അയാൾ മാസങ്ങളോളം ഇരുന്നിട്ടുണ്ട്. അവരുടെ സാധനയുടെ ഏറ്റവും അവസാനത്തെ ലെവൽ അതാണ്. അതായത് അയാൾക്ക് ആ ലോകവുമായുള്ള ബന്ധം ആ ഒരു ചെറിയ ഓളിലൂടെയുള്ള പ്രകാശം മാത്രമാണ്. പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ചെറിയൊരു ഭാഗമുണ്ട്. അങ്ങനെ തപസ് ചെയ്യുന്നത് ശരിക്കും 17 വർഷത്തോളം നിന്ന് തപസ് ചെയ്ത ആളുണ്ട്. അയാളുടെ ശിഷ്യന്മാർ അയാളുടെ പിന്നിലേക്ക് പലക ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുക, കണ്ണ് പൂട്ടേണ്ട സമയത്ത്, ഉറങ്ങേണ്ട സമയത്ത്. അത് നമ്മുടെ മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സാധനാ പാഠങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അവരുടെ ശരീരത്തിനെ പറ്റി അവർക്ക് യാതൊരു ബോധവുമില്ല. ഈ ശരീരം എന്ന് പറയുന്നതിനെ പറ്റി അവർ ഒരു തരത്തിലും ബോധേടല്ല. അതുകൊണ്ടാണ് അവർ ഈ വസ്ത്രമോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ഒന്നും തന്നെ അവർക്ക്. അതുമാത്രമല്ല, ഇവർ സർവസംഘ പരിത്യാഗികളാണ്. എല്ലാം പരിത്യജിച്ചവരാണ്. അവർക്ക് ഒന്നും ആവശ്യമില്ല, ഈ വസ്ത്രമോ അല്ലെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. മുൻപിൽ എന്താണോ കിട്ടുന്നത് അവർക്ക് വിശപ്പ് മാറ്റണം എന്നുള്ള സമയമാണെങ്കിൽ അവർ വിശപ്പ് മാറ്റും, അവർ മുന്നിൽ നടന്നു പോകും. ബാക്കിയുള്ളവർ നിങ്ങൾ അവരെ പറ്റി എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അവരെ പറ്റി ചിന്തിക്കുന്നില്ലേ? ഇവർക്ക് ഈ ലോകത്തുള്ള ബാക്കി ഒന്നിനെക്കുറിച്ച് അവരങ്ങനെ ആ മഹാദേവനിൽ ലയിച്ച് ഭക്തിയിൽ ആറാടിപ്പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അത്രയും പുണ്യവത്തായ മനുഷ്യർ എന്ന് പറയാൻ പറ്റില്ല, അങ്ങേയറ്റം
നമ്മൾ ഈ അഘാടകൾ എന്ന് കേട്ടിട്ടുണ്ടാകും. ഈ നാഗസന്യാസിമാരുടെ കൂട്ടത്തെയാണ് ഈ അഘാടകൾ എന്ന് പറയുന്നത്. ഇപ്പം ജൂന അഘാട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു നാഗസന്യാസിമാരുടെ സമൂഹമുണ്ട്. അതിനുള്ള ഇപ്പോൾ തലവനായി തിരഞ്ഞെടുത്തത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് അഘാടകളുണ്ടാവും. ഈ അഘാടയിൽ നമ്മൾ ചെന്നിട്ട് എനിക്ക് സന്യാസി ആവണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സന്യാസിയായിട്ടൊന്നും കൂട്ടൂല. ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് അതിലൊക്കെ വിജയിച്ച് വന്ന് എന്നിട്ട് 12 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ദീക്ഷയൊക്കെ തരിക. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം, ഒരു മനുഷ്യന് അങ്ങേയറ്റം മാത്രമല്ല ഉപാസനാ മാർഗത്തിൽ അതിതീവ്രമായ ഉപാസനകളൊക്കെ കടന്നു വേണം നമ്മൾ അവിടേക്ക് എത്താൻ, ആ ഒരു നാഗസന്യാസിയാവാൻ. അവർക്ക് ഈ ശരീരം എന്നുള്ളതിനെ പറ്റി യാതൊരു ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു ബോധവും ഇല്ല. അതുകൊണ്ടാണ് അവർ ഒരുപാട് വിഭൂതികളൊക്കെ പൂശി, ചിലപ്പോൾ വസ്ത്രമില്ലാതെയും ജടാവൽക്ക, അവർക്ക് ഈ സൗന്ദര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനെ പറ്റിയും ഒരു തരത്തിലും ബാധിക്കാതെ നടക്കുന്ന, എന്നാൽ മഹാദേവനിൽ അങ്ങേയറ്റം ലയിച്ച് നടക്കുന്നവർ. അവർക്ക് ഒരുപാട് പവർ ഉണ്ടാവും. കാരണം ഓരോ തലങ്ങൾ കഴിയും തോറും ഒരുപാട് പവറുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ആ മഹാകുംഭമേളയിൽ പോകുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് മാജിക്കുകൾ പോലെ, മാജിക് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യാൻ സാധിക്കാത്തത്, അവരുടെ സന്തോഷം, അവർ വളരെ സന്തോഷത്തിലാണ് അവിടേക്ക് എത്തുന്നത്. ആ സന്തോഷത്തിൻ്റെ പുറത്ത് അവർ പലതും കാണിക്കും. നമുക്ക് അതൊക്കെ കാഴ്ചകളായി കാണാം. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നുമില്ലയെന്ന് വിചാരിക്കുക, അവരുടെ സിദ്ധികളൊക്കെ വളരെ തീവ്രമായ സിദ്ധികളൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടാവും. ഇവരൊക്കെ തന്നെയാണ് ആദ്യം അവിടെ സ്നാനം ചെയ്യുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഉള്ള സ്നാനത്തിനെത്തുക. ജനുവരി 13 മുതൽ, അതായത് ജനുവരി 13 രാത്രിയാണ് ഈ മഹാകുംഭമേള തുടങ്ങുന്നത്. പക്ഷേ 14 നമ്മുടെ മകരസംക്രാന്തിക്കാണ് ശരിക്കും ആൾക്കാർക്ക് അതിലേക്ക് കുളിക്കാനുള്ളൊരവസരം കൊടുക്കുകയും ശിവരാത്രി ഫെബ്രുവരി 26 മഹാകുംഭമേള അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം 55 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു മേള തന്നെയാണ്. മേള എന്ന് തന്നെ പറയാം. പക്ഷേ ഈ മഹാകുംഭമേളയിൽ ഒരു വികല്പം മുഴുവൻ, അതായത് അവിടെ ഈ നാഗസന്യാസിമാരൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കും 21 ദിവസം, അല്ല ഒരു മണ്ഡലകാലമായ 41 ദിവസം, ഇതുമല്ല 55 ദിവസങ്ങളോളം അവർ അവിടെ തന്നെ തങ്ങും. അതിൽ പ്രധാനപ്പെട്ട കുറേ ദിവസങ്ങളുണ്ട്. ഈ 29-ാം തീയതി, അതായത് ജനുവരി 29-ാം തീയതി പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാനുള്ള വളരെ ഇതായിട്ടുള്ളൊരു ദിവസമുണ്ട്. ഇനി വരുന്ന ഫെബ്രുവരി 12-ാം തീയതി അതുപോലെ തന്നെ പൗർണമി വരുന്ന ദിവസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ശിവരാത്രി ദിവസമാണ് വളരെ വിശേഷം. ഈ ദിവസങ്ങളൊക്കെ തന്നെ. അപ്പം ഈ മഹാകുംഭമേളയിൽ പ്രയാഗ്രാജിനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും നമ്മളെ ആ ഒരു കലണ്ടർ ജ്യോതിഷ വിധി പ്രകാരം ഏറ്റവും കൂടുതൽ ആ ഒരു പ്രയാഗ്രാജിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മഹാകുംഭമേളയ്ക്ക് പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ളത്. അത് ഈ 4-ൽ ഏതെങ്കിലും ഒന്നിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. അത് ആ സമയങ്ങളിൽ ജ്യോതിഷപരമായും ആ പ്രകൃതിയും ഒക്കെ തന്നെ അതിനു വേണ്ടി അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ വെറും ഒരു സ്നാനം കൊണ്ടല്ലാതെ ഇത്രയും ഊർജ്ജതലങ്ങളിൽ അങ്ങ് ദൈവത്തോളം ലയിച്ചു നിൽക്കുന്ന ഈ സന്യാസി സമൂഹത്തിൻ്റെയും വിശ്വാസികളായ ഒരുപാട് ആൾക്കാരുടെയും ആ പോസിറ്റീവ് എനർജിയാണ് അവിടെ ഉണ്ടാവുന്നത്. അത് അത്രയും നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ ഷോക്കടിക്കുന്ന മാതിരിയുള്ള എനർജീൻ്റെ പവർ അത്രയും കൂടുതലായിരിക്കും അന്തരീക്ഷത്തിലുണ്ടാവുക. ആ അന്തരീക്ഷം നമ്മുടെ ഈ ഭാരതത്തിനും അത് അത്രയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അവിടെ എത്തുന്ന ഓരോരുത്തരും ടൂറിസ്റ്റുകളായി പോയി കഴിഞ്ഞാൽ പോലും പിന്നീട് തിരിച്ചു വരിക നമുക്ക് ഒരു എന്താ പറയുക, ആധ്യാത്മികതയുടെ നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാഴ്ചകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ സാധന ഉപാസനയുടെ അങ്ങേയറ്റത്തെ തീവ്രതയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുക. ആ സമയങ്ങളിലാണ് ഈ സന്യാസികൾ, നാഗസന്യാസിമാർക്കൊക്കെ ഈ 12 വർഷം കഴിഞ്ഞിട്ടൊക്കെയുള്ള ദീക്ഷ കൊടുക്കുക, പുതിയ ആൾക്കാർ അതിലേക്ക് വരിക, ഒരുപാട് പ്രഭാഷണങ്ങൾ നടക്കുക. പിന്നെ നമ്മൾ പറയും ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ട് പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്യും. എല്ലാ സ്ഥലങ്ങളിലും ചതിയന്മാരും നല്ല ആൾക്കാരും ഒക്കെയുണ്ട്. പക്ഷേ നമ്മൾ എവിടെ പോകുമ്പോഴും എവിടെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് പൂർണ്ണമായി എനിക്കതിൻ്റെ ഭഗവാനിലേക്ക് കാണാനുള്ള തീവ്രമായ
അതിയായ ആഗ്രഹത്തോടുകൂടി ഒരുപാട് നാമജപങ്ങളോടുകൂടി നമുക്ക് പോയാൽ തീർച്ചയായും നമുക്ക് പല പല ഗുരുക്കന്മാരെ അവിടെ കണ്ടെത്താൻ സാധിക്കും. പല അതിശയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ഭഗവാനെ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ അത്രയും വിശിഷ്യമായ സ്ഥലങ്ങളാണ്. ഇനി അഥവാ നമുക്ക് മഹാകുംഭമേളയ്ക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ ശരിക്കും നമുക്ക് കേരളത്തിൽ പോലും കുംഭമേള നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുനാവായിൽ, നമ്മുടെ നിളാതീരത്ത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ആ നിളയുടെ ഭാരതപ്പുഴയുടെ ഇതിൽ സാമൂതിരിയും വള്ളുവ കോനാതിരിയും ഒക്കെ ആയി നമുക്ക് മാമാങ്കം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മാമാങ്കം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? വള്ളുവ കോനാതിരിയും സാമൂതിരിയും തിരുനാവായിൽ പോയിട്ട് ചാവേർപ്പടയായിട്ട് യുദ്ധം ചെയ്യുക. കുറേ ചാവേർപ്പടകൾ 12 വർഷം കൂടുമ്പോൾ അവിടെ മാമാങ്കം നടക്കും. കുറേ ചാവേറുകൾ അവിടെ ചത്തു വീഴൂ. ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. പക്ഷേ സത്യത്തിൽ അതൊന്നുമല്ല. ഒരാളുടെ സാമൂതിരിയുടെ ആധിപത്യം നടത്താനുള്ള ഒരു കാര്യമേ അല്ല അവിടെ ശരിക്കും നടക്കുന്നത്. മാഘമാസത്തിലെ ആ നിളയിൽ, ആ ഭാരതപ്പുഴയിൽ നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ ഗംഗയുടെ സാന്നിധ്യമുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ കുളിക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രക്കുളങ്ങളിലോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരു ബക്കറ്റിലൊക്കെ വെള്ളം ഇതാക്കി തുളസിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മനസ്സുകൊണ്ട് അത് ഗംഗാദേവിയെ സ്മരിച്ചുകൊണ്ട്, ഇത് ഗംഗാ തീർത്ഥാണ്, ഞാൻ എൻ്റെ മഹാകുംഭമേളയ്ക്ക് എനിക്ക് ഇതാണ് സാധിക്കുന്നത്, ഇത് അതേ രീതിയിൽ അമ്മേ ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് നമുക്കത് നമ്മൾ വ്രതത്തോടെ ആയിരിക്കണം. 3 ദിവസത്തോളം വ്രതത്തോടുകൂടി നമുക്ക് ഈ വിശേഷമായ ഈ ദിവസങ്ങളിൽ നമുക്ക് സ്നാനം ചെയ്യാം. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ അത്രയും ആ ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചെറിയൊരു പുണ്യമെങ്കിലും ലഭിക്കും. കാരണം നമ്മൾ മനസ്സാണ് നമ്മളെ അമ്മയെ, നമുക്കിപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മൾ ശുദ്ധാശുദ്ധങ്ങൾ തന്നെ പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഇപ്പം ഓരോ കാര്യങ്ങളും ഇപ്പോൾ വിതുരരുടെ ഭാര്യ ഭഗവാന് ആ ഭക്തി അങ്ങനെ ലയിച്ച് നിൽക്കുന്ന സമയത്ത് പഴത്തിൻ്റെ തൊലിയാണ് കൊടുക്കുന്നത്. പഴം ഉരിഞ്ഞു കഴിഞ്ഞ് പഴത്തിൻ്റെ, കാരണം ആ ഭക്തി കൊണ്ട് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഇത്രയും മോശമായ കാര്യമാണോ ചെയ്യുന്നത്, പക്ഷെ അത് ഭക്തി കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ അത് ഭഗവാൻ എത്രത്തോളം ഇഷ്ടത്തോടു കൂടിയാണ് അത് സ്വീകരിക്കുന്നത്. വളരെ സ്വീറ്റായ കാര്യം കിട്ടുന്ന പോലെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അത്രയും ഇഷ്ടത്തോടുകൂടി ഭക്തിയോടുകൂടി നമുക്ക് അവിടെ എത്താൻ സാധിക്കുന്നില്ല. എനിക്കും മഹാകുംഭമേളയുടെ ഒരു അംശമെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോയി കഴിഞ്ഞാൽ ആ അമ്മ മഹാമായ, ആ മഹാദേവൻ, അവിടെയുള്ള എല്ലാ നാഗസന്യാസിമാരും, അവിടെ എത്തുന്ന യോഗികളും യോഗിനികളും ഒരുപാട് ആൾക്കാർ നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ വിചാരിക്കുന്നതാ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന്. നമുക്കത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾക്ക് കേൾക്കാത്തത് 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കില്ല. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കില്ല. എന്ന് വെച്ചാൽ ആ ശബ്ദങ്ങൾ ഇവിടെ ഇല്ലേ? ഇവിടെയുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എത്രയോ ജീവികൾ ഇവിടെ ഇല്ലേ? എന്ന് വെച്ചാൽ ജീവികൾ ഇല്ലാണ്ടുണ്ടോ? അതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ പ്രപഞ്ച ശക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഇത് കേൾക്കാൻ ഒരുപാട് നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കാത്ത ഒരുപാട് നല്ലതും മോശവുമായ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുക്കളും ഉള്ള കാര്യമാണ്. അതുപോലെ ഈ മഹാകുംഭമേളയിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രഭാഷണങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും മഹാ കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാകും. ഇതിലൊക്കെ ചെന്ന് നമ്മൾ സംബന്ധിക്കുക. നമ്മളല്ലാതായി മാറുന്ന ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഏറ്റവും ഉത്തുംഗഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മളെ തന്നെ ലയിപ്പിക്കാൻ നമുക്ക് സാധ്യമാകുന്ന പലതും അവിടെ നടക്കുന്നുണ്ടാവും. ഈ മഹാകുംഭമേളയ്ക്ക് ശേഷം ഈ ഭാരതം തന്നെ ഒരുപാട് ഉന്നതിയിലേക്കെത്തും. നമ്മൾ വിചാരിക്കും പുരുഷന്മാർ മാത്രമാണോ അവിടെ ഉള്ളത് എന്ന്. അല്ല, നാഗസന്യാസിനികളും ഒരുപാട് ഇപ്പം കൂടുതലായിട്ട് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം.
അത്രയും തീവ്രമായ കഠിനമായ വ്രതത്തിലേക്ക് നമ്മുടെ ചിന്തകൾക്ക് പോലും സാധിക്കാത്ത, നിങ്ങൾ ആ മഞ്ഞുരുകുന്ന പാദങ്ങളിൽ ആ മഞ്ഞിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നതും, മഞ്ഞിൻ്റെ മുകളിലിരുന്ന് ശരിക്കും വസ്ത്രങ്ങൾ മാത്രം ഇട്ടിട്ട് അവർക്ക് ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതിരുന്നിട്ട് അവർ തപസ് ചെയ്യുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. അത് സാധാരണ ഒരു മനുഷ്യന് സാധ്യമാവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണ ഇത്രയും പരിഹസിക്കുന്ന, ഇത്രയും പുച്ഛിക്കുന്ന സമൂഹത്തിനോട് നിങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചൂടെ? ഇത് നിങ്ങൾക്ക് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുമോ? ഒരമണിക്കൂർ, 1 മണിക്കൂർ, ഒരു ദിവസം ഒരു മനുഷ്യൻ മരിച്ചു പോവില്ലേ? പക്ഷേ ഇവരൊന്നും ആവില്ല. അതൊരു സ്ത്രീക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ഒരുപാട് ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്തിൽ ഇന്നും സത്യം നിലനിൽക്കുന്നത്, ഇന്നും ധർമ്മം പരിപാലിക്കപ്പെടുന്നത്. നമ്മൾ പറയില്ലേ, കുറേ എല്ലാ സ്ഥലങ്ങളിലും ശുദ്ധന്മാരും അശുദ്ധന്മാരുമുണ്ട്, ചെകുത്താന്മാരും ദേവന്മാരുമുണ്ട്. ദേവൻ്റെ മനസ്സോടെ, ദേവൻ്റെ അനുഗ്രഹത്തോടെ ഒരു വലിയ സന്യാസി സമൂഹം, വലിയൊരു യോഗ സിദ്ധിയോടുകൂടിയുള്ള സന്യാസി സമൂഹമുള്ള അവരുടെ അനുഗ്രഹം കൊണ്ടാണ് അവർ തരുന്നത്. അവർ കുളിക്കുമ്പോൾ അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് അവർ ആ വെള്ളത്തിലേക്ക് നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ കർമ്മദോഷങ്ങൾ മുഴുവൻ മലിനപ്പെടുത്തിയ ജലത്തിലേക്ക് മാറുമ്പോൾ അവർ അത്രയും വിശുദ്ധി തന്നുകൊണ്ട്, അത്രയും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ മഹാകുംഭമേളയെ അത്രത്തോളം ധന്യമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഓരോ യോഗികളുടെയും ഓരോ യോഗിനികളുടെയും നമുക്ക് പാദത്തിൽ നമസ്കരിക്കാം. ഇത്രയും പവിത്രമായ ഭാരതഭൂമിയിൽ ജീവിക്കാൻ സാധിച്ച നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ഓരോരുത്തരോടും ചിന്തിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മോട് പറയുക, നമ്മൾ അത്രയും വിശിഷ്ടമായ ജന്മങ്ങളായതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാനും ഇതൊക്കെ കേൾക്കാനും ഭഗവാന്റെ നാമം ഉച്ചരിക്കാനും സാധിച്ചത്. ഇനിയും ഒരുപാട് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ഈ ജന്മം ഒരുപാട് അടുക്കുക. ഓടി എത്തുമ്പോൾ ഭഗവാൻ അതിനേക്കാളും വേഗത്തിൽ ഓടിക്കൊണ്ട് നമ്മളെ, അത്രയും കരുണാമയനായ ആ ഭഗവാൻ നമ്മളെ ഒരിക്കൽ സ്വീകരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് ഈ ജന്മം കിട്ടിയ മഹാഭാഗ്യമാണ്. എന്നെക്കൊണ്ട് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ.